മലയോര ഗ്രാമത്തിന്റെ വൈകുണ്ഠമായി വിശേഷിപ്പിക്കപ്പെടുന്ന ചിരപുരാതനമായ തിരുമേനി മുതുവം തുളസീവനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി ലക്ഷം ദീപ സമർപ്പണം ഏപ്രിൽ 19 നടക്കും. കാലചക്രത്തിന്റെ പ്രവാഹത്തിൽ നാമാവശേഷമായിരുന്ന ഈ പുരാതന ക്ഷേത്രം ഇപ്പോൾ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും ലക്ഷ്യമാക്കി ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ഗ്രാമത്തിന്റെ സർവൈശ്വര്യത്തിനും ഭക്തജനങ്ങളുടെ ആത്മശാന്തിക്കും വേണ്ടി ലക്ഷം ദീപ സമർപ്പണം സംഘടിപ്പിക്കുന്നു. ചടങ്ങ് ആരംഭിക്കുന്നതോടെ ക്ഷേത്ര പരിസരം ആയിരക്കണക്കിന് ദീപങ്ങളാൽ പ്രഭാപൂരിതമാകുകയും ഭക്തി നിറഞ്ഞ ആത്മീയാനുഭവമായി മാറുകയും ചെയ്യും. ഏപ്രിൽ 18, 19 തീയതികളിലായി നടക്കുന്ന ചടങ്ങുകളിൽ ദീപസമർപ്പണത്തിൽ പങ്കെടുത്ത് പരമപുണ്യം നേടാൻ ഭക്തജനങ്ങളെ സംഘാടകർ ക്ഷണിച്ചു. ഏപ്രിൽ 19 നടക്കുന്ന ഈ ലക്ഷദ്വീപ സമർപ്പണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും നാനാജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. ഇപ്പോഴും നിലവിലുള്ള കമ്മിറ്റിയോട് സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതോട് ബന്ധപ്പെട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷന്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ് എന്നീ മേഖലകളിലൊക്കെ തന്നെ ഞങ്ങൾ വിവരം അറിയിച്ചിട്ടുണ്ട്. ഏതെല്ലാം തരത്തിൽ എന്തെങ്കിലും ദുരിതങ്ങൾ ഒരാൾക്ക് വരികയാണെങ്കിൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും ഒക്കെയാണ് ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സാന്നിധ്യം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ള ദൃഢവിശ്വാസം ഞങ്ങൾ നിലനിർത്തി പോരുന്നു. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവട്ടെ. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. തുളസീവനം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ലക്ഷം ദീപം സമർപ്പണമാണ് ഈ വരുന്ന നാളെയും മറ്റന്നാളുമായി നടക്കുന്നത്. മറ്റന്നാൾ 19 തീയതി ഞായറാഴ്ച വൈകുന്നേരം 5:30 മുതൽ 1,00,000 ദീപങ്ങൾ ഈ ക്ഷേത്ര സന്നിധിയിൽ തെളിയിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് 1992 ഇവിടുത്തെ ഭക്തജനങ്ങളെല്ലാവരും കൂടി ഈ ക്ഷേത്രം ഏറ്റെടുക്കുന്നത്. കാട് പിടിച്ച് നാമാവശേഷമായി കിടന്ന ഒരു ക്ഷേത്ര സന്നിധിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ എല്ലാം ചെറുപ്പകാലത്ത് ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഭക്തജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഈ ക്ഷേത്രത്തിൽ ഒരു സ്വർണ്ണപ്രശ്നം വെക്കുകയും ആ സ്വർണ്ണപ്രശ്നത്തിൽ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് കണ്ടെത്തുകയും 2002 ശ്രീകോവിലും മണ്ഡപവും നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ പുരോഗതി ഒരു വളരെ മന്ദഗതിയിൽ പോവുകയും ചെയ്ത കാലഘട്ടത്തിൽ ചെറുവള്ളി ഇല്ലക്കാരാണ് ഇവിടുത്തെ ഊരാള സ്ഥാനത്തുള്ളതെന്നും ആ ഊരാള സ്ഥാനത്തുള്ള ചെറുവള്ളി ഇല്ലക്കാരെ ഞങ്ങൾ കണ്ടെത്തുകയും ആ കണ്ടെത്തേണ്ട അടിസ്ഥാനത്തിൽ അവിടുത്തെ ചെറുവള്ളി ഇല്ലത്തെ ദാമോദരമാഷിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സ്വർണ്ണപ്രശ്ന ചിന്ത നടത്തുകയും അപ്പം നിലവിലുള്ള നമ്മൾ പണിയഴിച്ച കോൺക്രീറ്റ് മണ്ഡപം മാറ്റി പുരാതന രീതിയിൽ തന്നെയുള്ള ഒരു മരക്കൂട്ടാക്കി ചെമ്പടിച്ച് ശ്രീകോവിൽ പണിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ശ്രീകോവിലും മണ്ഡപവും പുതുക്കിപ്പണിത് ഇപ്പോൾ ശ്രീകോവിലും മണ്ഡപം പുനർനിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചുറ്റമ്പലത്തിൻ്റെ പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2027 ആകുമ്പോഴത്തേക്കും പുനഃപ്രതിഷ്ഠാ നവീകരണ കലശം നടത്തണം എന്ന ഒരു ആശയത്തോടു കൂടിയാണ് കമ്മിറ്റിക്കാർ ഒന്നടങ്കം ഒരു മനസ്സോടെ ഒരു ഒത്തൊരുമയോടെ ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് ദീപം സമർപ്പണം. ദീപം എന്ന് പറയുന്നത് പ്രകാശമാണ്. ഈ പ്രകാശത്തിലൂടെ എല്ലാവർക്കും അറിവ് ലഭിക്കട്ടെ, ഇരുട്ടിൽ നിന്ന് മാറി പ്രകാശം എന്ന് പറയുന്ന ഒരു അന്ധകാരത്തെ മാറ്റുക എന്ന ഞങ്ങളുടെ ഒരു ലക്ഷ്യം കൂടെയാണ് ഈ നാടിന് സമർപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ ഈ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ മഹത്തരമായ ഈ പുണ്യകർമ്മം ഈ സന്നിധിയിൽ ഞായറാഴ്ച നടക്കാൻ പോവുകയാണ്. ഈ പുണ്യകർമ്മത്തിൽ മുഴുവൻ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണം ഉണ്ടായിട്ടുണ്ട്. മുഴുവൻ ആളുകളെയും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തെ ഞങ്ങൾ വളരെ മനോഹരമാക്കി ഈ പ്രദേശം മാറ്റും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇത് മുഴുവൻ ആളുകളോടും ഈ സന്നിധിയിലേക്ക് എത്തണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.
അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടുചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240 6